Hi all, welcome to AICT, Astrac Institute of Commerce and Engineering Technology. മുന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ക്രിട്ടിക്കൽ പാത്തിൻ്റെ തിയറി എന്താണെന്ന് പഠിച്ചല്ലേ. നമുക്ക് ഈ ഒരു വീഡിയോ കൂടി തിയറിയാണ്. റിലേഷൻഷിപ്പ്. നമ്മൾ ഒരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അതിലുള്ള ആക്ടിവിറ്റീസിനെ ലിങ്ക് ചെയ്യുന്നുണ്ടല്ലേ. ഒരു ആക്ടിവിറ്റി ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് അടുത്ത ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഈ വീഡിയോയിലൂടെ. എന്താണ് റിലേഷൻഷിപ്പ് എന്നുള്ളത്? 4 ടൈപ്പ് റിലേഷൻഷിപ്പാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഫിനിഷ് ടു സ്റ്റാർട്ട്, സെക്കൻഡ് സ്റ്റാർട്ട് ടു സ്റ്റാർട്ട്, അടുത്തതാണ് ഫിനിഷ് ടു ഫിനിഷ്, അടുത്തതാണ് സ്റ്റാർട്ട് ടു ഫിനിഷ്. ഇത്തരത്തിൽ 4 റിലേഷൻഷിപ്പാണ് ഉള്ളത്. നമുക്ക് നോക്കാം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട്. നമ്മൾ ഒരു 2 ആക്ടിവിറ്റി ഉണ്ടല്ലോ, നമ്മൾ ഷെഡ്യൂളിൽ 2 ആക്ടിവിറ്റി. അതിൽ ഈ ഒരു ഫസ്റ്റ് ആക്ടിവിറ്റിനെ വിളിക്കുന്നതാണ് പ്രിഡസസർ എന്നുള്ളത്. സെക്കൻഡ് ആക്ടിവിറ്റിയാണ് സക്സസർ എന്ന് പറയാം. അതായത് നമ്മളൊരു ഫസ്റ്റത്തെ ആക്ടിവിറ്റി കഴിഞ്ഞ് അടുത്തത് എന്നുള്ള ലിങ്കിന് നമ്മളൊരു ഫസ്റ്റ് ആക്ടിവിറ്റി ഉണ്ട്, അതിന് പ്രിഡസസർ, സെക്കൻഡിന് സക്സസർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഫിനിഷ് ടു സ്റ്റാർട്ട് എന്നുള്ളത്. അതായത് ഫിനിഷ് ടു സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ടിവിറ്റി ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്തൊരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതിനുള്ള എക്സാമ്പിളാണ് നമ്മളിപ്പോൾ ഒരു ബ്ലോക്ക് വർക്ക്, പ്ലാസ്റ്ററിങ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഇതിനെയാണ് ഫിനിഷ് ടു സ്റ്റാർട്ട്, FS റിലേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് സ്റ്റാർട്ട് ടു സ്റ്റാർട്ട്. ഇതിൽ ആക്ടിവിറ്റി 1ഉം ആക്ടിവിറ്റി 2ഉം സെയിം ടൈമിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഒരേ ടൈമിലാണ് 2 ആക്ടിവിറ്റിയും നമുക്ക് പ്രിഡസസറും സക്സസറും സ്റ്റാർട്ട് ചെയ്യുന്നത് അറ്റ് എ സെയിം ടൈമിലായിരിക്കും. ഇതിനൊരു എക്സാമ്പിളാണ് എക്സ്കവേഷനും കോമ്പാക്ഷനും. നമ്മളിപ്പോൾ ഒരു ഡ്രെയിനേജിന് നമുക്ക് എക്സ്കവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡ്രെയിനേജ് നല്ല ലെങ്ത്തിലായിരിക്കും അല്ലേ നമുക്ക് ഉണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു ടൈമിൽ തന്നെ എക്സ്കവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ അതിൻ്റെ കോമ്പാക്ഷനും സ്റ്റാർട്ട് ചെയ്ത് പോരും. അത് നമുക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്കവേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടാവും. ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ കോമ്പാക്ഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ പുറകിൽ തന്നെ. അത് നമുക്ക് ഒരേ ടൈമിൽ, സെയിം ടൈമിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് സ്റ്റാർട്ട് ടു സ്റ്റാർട്ട് റിലേഷന്. അടുത്തതാണ് ഫിനിഷ് ടു ഫിനിഷ് റിലേഷൻ എന്ന് പറയുന്നത്. അതായത് 2 ആക്ടിവിറ്റിയും നമുക്ക് സെയിം ടൈമിലാണ് നമുക്ക് തീരേണ്ടത്. അതായത് ഷട്ടറിങ്ങും സ്റ്റീൽ വർക്കും നമ്മൾ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് കോൺക്രീറ്റ് ചെയ്യുമല്ലേ. അപ്പോൾ ഈ ഷട്ടറിങ്ങും കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ, നമ്മൾ കോൺക്രീറ്റിൻ്റെ ഇൻസൈഡിൽ നമുക്ക് ഇലക്ട്രിക്കലിൻ്റെ പൈപ്പ്സ്, സ്ലീവുകൾ, കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ഷട്ടറിങ്ങും സ്റ്റീൽ വർക്കും തീരുന്ന ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ പൈപ്പുകൾ, ഇലക്ട്രിക്കലിൻ്റെ പൈപ്പുകളും കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ഒരു ഷട്ടറിങ്ങിൻ്റെ അതല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഒക്കെ ഉള്ളിലായിട്ട് നമ്മൾ വെച്ച് പോകണം. അത് നമുക്ക് സെയിം ടൈമിൽ തീരണം. എങ്കിൽ മാത്രമാണ് നമുക്ക് അടുത്തതായിട്ട് കോൺക്രീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഇത്തരത്തിലുള്ള റിലേഷനെയാണ് ഫിനിഷ് ടു ഫിനിഷ് എന്ന് പറയുന്നത്. അടുത്ത റിലേഷനാണ് സ്റ്റാർട്ട് ടു ഫിനിഷ് എന്നുള്ളത്. അതായത് ആക്ടിവിറ്റി 1 ഫിനിഷ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആക്ടിവിറ്റി 2 സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഇതാണ് സ്റ്റാർട്ട് ടു ഫിനിഷ് റിലേഷൻ. ഇതിനുള്ള എക്സാമ്പിൾ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്താൽ മതിയേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ എങ്ങനെയാണ് പ്രൈമവേരയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് പഠിക്കാം.